എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വെൽക്കം ടു എ ന്യൂ വീഡിയോ ഓൺ മൈ ചാനൽ. നമ്മൾ കഴിഞ്ഞ രണ്ട് വീഡിയോയിൽ പറഞ്ഞത് ഹാവ് ഇറ്റ് ടു, ഹാസ് ഇറ്റ് ടു. ഓക്കെ, ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഹാഡ് ഇറ്റ് ടു. ഈ ഹാഡ് ഇറ്റ് ടു പരിചയപ്പെടുത്തുന്നതിന് മുന്നേ ഈ ഹാവ് ഇറ്റ് ടുവിനെയും ഹാസ് ഇറ്റ് ടുവിനെയും പറ്റി നമുക്ക് കുറച്ചും കൂടി, അല്ലെങ്കിൽ മൂന്നാൾക്കാരെ പറ്റി നമുക്ക് കുറച്ചും കൂടി ഒന്ന് കൂടുതലായിട്ട് ഒന്ന് വിലയിരുത്താം, അല്ലെങ്കിൽ കൂടുതലായിട്ട് കൂടുതലായിട്ടൊന്ന് വിശദീകരിക്കാം. ഹാവ് ഇറ്റ് ടു. അപ്പോൾ നമുക്കൊരു സെൻറ്റൻസ് എടുക്കാം. ഹാവ് ഇറ്റ് ടു, ഐ ഹാവ് ടു ഗോ ദർ. എനിക്ക് അവിടെ പോകേണ്ടതുണ്ട്. ഈ ഹാവിൻ്റെ കൂടെ നമുക്ക് പ്രോനൗൺ ഉപയോഗിക്കാം, അതായത് പ്ലൂറൽ പ്രോനൗൺ, അതായത് ഐ യു ദേ വി. ഐ യു ദേ വി, കാരണം ഇത് പ്ലൂറലാണ്. ഹാവിൻ്റെ കൂടെ നമുക്ക് ഈ പ്ലൂറൽ ഉപയോഗിക്കാം, ഈ പ്ലൂറൽ പ്രോനൗൺ ഉപയോഗിച്ച് പറയാം. ഓക്കെ, അപ്പം ഇവിടെ ഞാൻ തൽക്കാലം എടുക്കുന്നത്, ഒരാളെടുക്കുന്നത് ഐന്. ഐ വെച്ചിട്ട് നമുക്കൊരു സെൻറ്റൻസ് ഉണ്ടാക്കാം. ഐ ഹാവ് ടു ഗോ ദർ. എനിക്ക് അവിടെ പോവേണ്ടതുണ്ട്. ഐ ഹാഡ് നോട്ട് ഗോ ദർ എന്ന് പറയാൻ പാടില്ല, കാരണം ഹാവ് ഇവിടെ ഒരു മെയിൻ വെർബാണ്. അത് പറയാനാണ് ഞാൻ ഇപ്പോൾ ഒരു സെൻറ്റൻസ് നിങ്ങളെ പരിചയപ്പെടുത്തിയത്. ഐ ഹാവ് ടു ഗോ ദർ. ഇതിൻ്റെ നെഗറ്റീവ് ഫോം വരിക ഐ ഡോണ്ട് ഹാവ് ടു ഗോ ദർ എന്നാണ്. ഒരിക്കലും ഐ ഹാവിൻ്റെ കൂടെ നോട്ട് ചേർക്കരുത്. ഇവിടുത്തെ ഫോർമുല വരിക ഹാവ് ഈസ് ഈക്വൽ ടു ഡു പ്ലസ് ഹാവ് ആണ്. കാരണം ഹാവ് ഇവിടെ ഒരു മെയിൻ വെർബ് ആയതുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഡൂനെ പുറത്തെടുക്കണം. ഓക്കെ, ഐ ഡോണ്ട് ഹാവ് ടു ഗോ ദർ. എനിക്ക് അവിടെ പോവേണ്ടതില്ല. ഇതിൻ്റെ ചോദ്യരൂപം, ഇതിപ്പോൾ നമ്മൾ പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ നെഗറ്റീവാണ്. ഇതിൻ്റെ ചോദ്യരൂപം ഡു യു ഹാവ് ടു ഗോ ദർ, നിങ്ങൾക്ക് അവിടെ പോവേണ്ടതുണ്ടോ? ഡോണ്ട് യു ഹാവ് ടു ഗോ ദർ, നിങ്ങൾക്ക് അവിടെ പോവേണ്ടതില്ലേ? ഇങ്ങനെയാണ് ഇതിൻ്റെ 4 രൂപങ്ങൾ വരിക. പിന്നെ WH ഫോംസ് ചേർക്കുന്നത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണെന്നുള്ളത്. അത് നിങ്ങൾക്ക് ആ വീഡിയോ കണ്ട് മനസ്സിലാക്കാം. ഇനി നമുക്ക് അടുത്തത് ഹാസ് ടു. ഹാസ് ടുൻ്റെ കൂടെ നമുക്ക് സിംഗിൾ, ഇത് ഹാസ് എന്ന് പറയുന്നത് സിംഗുലർ പ്രോനൗണിൻ്റെ കൂടെയാണ് ഉപയോഗിക്കാം. അതുകൊണ്ട് ഹി, ഷീ, ഇറ്റ്, ഒരാളെ പേര്, ഇതിൻ്റെ കൂടെ നമുക്ക് ഹാസ് ഉപയോഗിക്കാം. അതായത് ഷീ ഹാസ് ടു ഗോ ദർ, അവൾക്ക് അവിടെ പോവേണ്ടതുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. അതിൻ്റെ നെഗറ്റീവ് ഫോം ഷീ ഹാസ് നോട്ട് ഗോ ടു ദർ എന്ന് പറയാൻ പാടില്ല. അത് തെറ്റാണ്. കാരണം ഹാസ് ഇവിടെ ഒരു മെയിൻ വെർബാണ്. മെയിൻ വെർബായതുകൊണ്ട് ഇവിടുത്തെ ഫോർമുല ഹാസ് ഈസ് ഈക്വൽ ടു ഡസ് പ്ലസ് ഹാവ്. ഇവിടുത്തെ ഫോർമുല എന്താണ്? ഹാസ് ഈസ് ഈക്വൽ ടു ഡസ് പ്ലസ് ഹാവ്. അപ്പോൾ ഹാസിൻ്റെ ഉള്ളിൽ നിന്ന് ഡസിനെ പുറത്തെടുക്കണം. ഇതിന് നമ്മൾ ഇങ്ങനെ പറയണം, ഷീ ഡസ് നോട്ട്, അല്ലെങ്കിൽ ഷീ ഡസൻറ്റ് ഹാവ് ടു ഗോ ദർ, അവൾക്ക് അവിടെ പോവേണ്ടതില്ല. അതിൻ്റെ ചോദ്യരൂപം ഡസ് ഷീ ഹാവ് ടു ഗോ ദർ, അവൾക്ക് അവിടെ പോവേണ്ടതുണ്ടോ? ഡസൻറ്റ് ഷീ ഹാവ് ടു ഗോ ദർ, അവൾക്ക് അവിടെ പോവേണ്ടതില്ലേ? അങ്ങനെയാണ് ഈ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ അത് തെറ്റിക്കരുത്. ഒരുപാട് ആൾ തെറ്റിക്കുന്നുണ്ട്. വെൻ ഐ വാസ് എ ബിഗിനർ ഐ വുഡ് മേക്ക് മിസ്റ്റേക്സ്. ഐ മെയ്ഡ് സോ മെനി മിസ്റ്റേക്സ് ഇൻ ദിസ് ഏരിയ. അപ്പോൾ ഞാൻ ഈ ഏരിയയിൽ ഒരുപാട് മിസ്റ്റേക്കുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ വളരെയധികം ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യാം. വളരെ പ്രശ്നമൊന്നുമില്ല. ചെറുതായിട്ടൊന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് ഈ ഭാഗം സുഖസുന്ദരമായിട്ട് പഠിച്ചെടുക്കാവുന്നേ. ഇനി അടുത്തത് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയേണ്ട കാര്യമാണ് ഹാഡ് ടു. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ വിശദീകരണം കുറച്ച് കുറഞ്ഞു പോയോ എന്നൊരു സംശയത്തിൻ്റെ പേരിലാണ് ഞാൻ ഇന്ന് കുറച്ച് ഹാവിറ്റും ഹാസിറ്റും കൂടുതലായിട്ട് വിശദീകരിച്ചത്. ഓക്കെ, ഇനി ഇന്നത്തെ നമ്മളെ ടോപ്പിക്ക് ഹാഡ് ടു ആണ്. ഹാഡ് ടുവിൻ്റെ കൂടെ എല്ലാ പ്രോനൗണും ഉപയോഗിക്കാം. ഹാഡിൻ്റെ കൂടെ എല്ലാ പ്രോനൗണും ഉപയോഗിക്കാം. ഐ, യു, ദേ, വി, ഹി, ഷീ, ഇറ്റ്, അങ്ങനെ 7 പ്രോനൗണും നമുക്ക് ഹാഡിൻ്റെ കൂടെ ഉപയോഗിക്കാം. ഓക്കെ, അപ്പോൾ നമുക്കൊരു സെൻറ്റൻസ് എടുത്ത് നോക്കിയാലോ. ഇത് തന്നെ എടുക്കാം. ഐ ഹാഡ് ടു ഗോ ദർ. എനിക്ക് അവിടെ പോവേണ്ടതുണ്ടായിരുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം വരിക. അതായത് പാസ്റ്റിലേക്കുള്ളൊരു കാര്യം എന്ന് പറയുന്നത്. അതിന് നെഗറ്റീവ് ഫോമോ ഐ ഹാഡ് നോട്ട് ടു ഗോ ദർ എന്ന് പറയാൻ പാടില്ല. അത് തെറ്റാണ്. ഇവിടുത്തെ ഫോർമുല ഹാഡ് ഈസ് ഈക്വൽ ടു ഡിഡ് പ്ലസ് ഹാവ് എന്നാണ്. കാരണം ഹാഡ് ഇവിടുത്തെ മെയിൻ വെർബാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ ഡിഡിനെ പുറത്തെടുക്കണം. ഓക്കെ, ഐ ഡിഡിൻറ്റ് ഹാവ് ടു ഗോ ദർ, എനിക്ക് അവിടെ പോവേണ്ടതില്ല. ഐ ഡിഡിൻറ്റ് ഹാവ് ടു ഗോ ദർ, എനിക്ക് അവിടെ പോകേണ്ടതില്ല. ഡിഡ് യു ഹാവ് ടു ഗോ ദർ, നിങ്ങൾക്ക് അവിടെ
ഡിഡ് യു ഹാവ് ടു ഗോ ദർ? നിങ്ങൾക്ക് അവിടെ പോകേണ്ടതുണ്ടായിരുന്നോ? അപ്പോൾ ഐ ഹാഡ് ടു ഗോ ദർ, എനിക്ക് അവിടെ പോവേണ്ടതുണ്ടായിരുന്നു. ഐ ഡിഡിൻറ്റ് ഹാവ് ടു ഗോ ദർ, എനിക്ക് അവിടെ പോവേണ്ടതുണ്ടായിരുന്നില്ല. ഡിഡ് യു ഹാവ് ടു ഗോ ദർ, നിങ്ങൾക്ക് അവിടെ പോകേണ്ടതുണ്ടായിരുന്നു. ഡിഡിൻറ്റ് യു ഹാവ് ടു ഗോ ദർ, നിങ്ങൾക്ക് അവിടെ പോകേണ്ടതുണ്ടായിരുന്നില്ലേ എന്നാണ് വരുന്നത്. ഇങ്ങനെയാണ് ഈ ഹാവ് ടു, ഹാസ് ടു, ഹാഡ് ടു ഉപയോഗിക്കേണ്ടത്. ഇത് തെറ്റിക്കരുത്, ഇത് ചെറുതായിട്ടൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പം ഹാവ് ടും ഹാസ് ടും ഹാഡ് ടു ഒക്കെ ഇവിടുത്തെ മെയിൻ വെർബാണ്, അതുകൊണ്ടാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത്. സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇത് നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമാകുകയാണെങ്കിൽ ഷെയർ ചെയ്യാം, ലൈക്ക് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം, കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ കമൻറ്റ് രേഖപ്പെടുത്തുക.